എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെയധികം ഡിമാൻഡുള്ള അലങ്കാര സസ്യമായ അഗ്ലോണിമേനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. നൂറുകണക്കിന് വ്യത്യസ്തമായ അഗ്ലോണിമ ചെടികൾ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. ഇലകളുടെ ഭംഗി തന്നെയാണ് ഈ ചെടികളെ എല്ലാവർക്കും പ്രിയങ്കരിയാക്കി മാറ്റുന്നത്. ചൈനീസ് എവർഗ്രീൻ എന്നാണ് ഈ ചെടികളെ പൊതുവെ അറിയപ്പെടുന്നത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താമെന്നുള്ളത് കൊണ്ട് തന്നെ അഗ്ലോണിമ ചെടികൾക്ക് ആവശ്യക്കാർ വളരെയധികമാണ്. പ്രത്യേകിച്ച് പുതിയ വീടുകളിൽ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഗത്തെയും ചുവരുകളുടെ നിറങ്ങൾക്കനുസരിച്ച് അഗ്ലോണിമ ചെടിയുടെ പല കളറുകൾ ആൾക്കാർ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇടത്തരം വലിപ്പത്തിലുള്ള ചട്ടികളിൽ വേണം അഗ്ലോണിമ ചെടികൾ വെക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ സാധാരണ നടിയിൽ മിശ്രിതമായിട്ട് മണൽ കൂടുതലുള്ള മണ്ണും ചാണകപ്പൊടിയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ചട്ടിയിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. 2 ദിവസങ്ങൾ അല്ലെങ്കിൽ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ നമ്മളതെപ്പോഴും ശ്രദ്ധിക്കണം. ഇളം വെയിൽ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അഗ്ലോണിമ ചെടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 11 മണി വരെയുള്ള വെയിൽ നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുന്ന ചെടികൾക്ക് കൊള്ളിക്കണം. അത് ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ എന്തായാലും ഈ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന അഗ്ലോണിമ ചെടികൾക്ക് വെയിൽ കൊടുക്കണം. പ്രത്യേകിച്ച് വളമൊന്നും നൽകിയില്ലെങ്കിലും നന്നായി വളർന്നു വരുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ ചെടി. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് വെയിൽ കിട്ടുന്ന കോർട്ട്യാർഡിലും ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ചെടിയാണ് അഗ്ലോണിമ. ഒരേ ഇനത്തിൽപ്പെട്ട ചെടികൾ ഒരുമിച്ച് വയ്ക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. അഗ്ലോണിമയുടെ ഒരുപാട് ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. വാടിയ ഇലകൾ മുറിച്ച് മാറ്റുന്നതും പുതിയ തൈകൾ മാറ്റി നടുന്നതും പ്രധാനമായി വേണ്ട പരിചരണമാണ്. പോട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അഗ്ലോണിമ ചെടിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഈ ചട്ടിയിൽ കണ്ടോ, ഈ അഗ്ലോണിമ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് അത് ചട്ടിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ളത് കുമിൾ വഴി വരുന്ന ചീയൽ രോഗമാണ്. അപ്പോൾ നമ്മളതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ ഈർപ്പം നിന്നാലും ഇതിൽ ചീയലുണ്ടാവും. അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ ഇതിൻ്റെ കടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഈ വീഡിയോയിലൂടെ ഞാൻ അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ അഗ്ലോണിമയുടെ പേര് റെഡ് സിയാം എന്ന ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അഗ്ലോണിമ പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ അഗ്ലോണിമയുടെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ്. ഇത് ഞാൻ ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കണ്ടോ, ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത്, പുതിയ തൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഞാനിത് കത്തി വെച്ചിട്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കത്തി വെച്ചിട്ട് അതിൽ നിന്ന് മുറിച്ച് ഇപ്പോൾ എടുത്തു. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് നമുക്കിത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ആയതുകൊണ്ട് തന്നെ 2-3 കഷ്ണം വരെ നമുക്കതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണമാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ചെടികൾ കണ്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ആ നോട്ട്സ് കണ്ടോ, ആ നോട്ട്സിൽ നിന്ന് അത് പുതിയ തൈ നമുക്കതിൽ പൊട്ടി വരും. അതിൽ പുതിയ ഇലകൾ ഇങ്ങനെ പൊട്ടി വരും. അത് മണ്ണിൽ നമ്മൾ തൈ നടുകയാണെങ്കിലാണ് ധാരാളം തൈകൾ അത് നന്നായി പടർന്ന് വരും. ഇപ്പോൾ ചട്ടിയിലും അത്യാവശ്യം കണ്ടു അതിങ്ങനെ കൂട്ടായിട്ട് വളരുമ്പോൾ തന്നെയാണ് ഇത് കാണാനായിട്ടൊരു ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള ഈ ചട്ടിയിലേക്ക് അതിൻ്റെ നമ്മൾ മുറിച്ചെടുത്ത മോൾ ഭാഗം ഞാൻ അതിൽ നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പുതിയ ചെടിയായിട്ട് നമുക്ക് അതിങ്ങനെ വളർന്നു വരാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളൊരു കഷ്ണം നേരത്തെ അതിൻ്റെ 2 ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് തൽക്കാലം ഇപ്പോൾ ഞാൻ ഈ ചട്ടിയുടെ അടിയിൽ തന്നെയാണ് നട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പിടിച്ച് കഴിഞ്ഞതിന്, അതായത് ചെടി നന്നായി ഒന്ന് അതിന് തളിർപ്പൊക്കെ വന്നതിന് ശേഷം മറ്റേ പീസ് വേറെ ചട്ടിയിലേക്ക് പറിച്ച് നടണം. ഇപ്പോൾ അത് തൽക്കാലം വേറെ ചട്ടി ഇവിടെ വേക്കൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൻ്റെ കടയ്ക്ക് തന്നെ കണ്ടോ, ഇത് ഞാനിതിൻ്റെ കടയ്ക്ക് തന്നെ ഇപ്പോൾ നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിങ്ങനെ പറിച്ച് നട്ടാൽ കൂടുതൽ ചെടികൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഇല എന്നൊക്കെ പറയുന്നത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണത്. അതിലൊക്കെ നമ്മൾ നനച്ചൊക്കെ വെള്ളമൊക്കെ നന്നായി നനച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലേസിങ് ഒക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടും. അഗ്ലോണിമയുടെ ഈ ചെടി കാണാൻ തന്നെ ഒരു ഭയങ്കര അഴകാണ്. അപ്പോൾ എന്തായാലും ഞാൻ നട്ട ചെടിക്ക് നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ അത് നമ്മൾ തണലത്തേക്ക് മാറ്റി തൽക്കാലം വെച്ചിരിക്കുകയാണ്. അതൊന്ന് പിടിക്കണം, വേര് പിടിക്കുന്നത് വരെ നമ്മൾ തണലത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പറിച്ച് നട്ട ചെടി. ഇതിനി പുതിയൊരു ചെടിയായിട്ട് വളർന്നു വന്നോളും. ധാരാളം
ബ്രാഞ്ചസ് അതിലേക്ക് പിന്നീട് വരും. ഇപ്പോൾ ഈ കണ്ട ചെടി പോലെ തന്നെ അത് പടർന്ന് പന്തലിക്കും. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടായിട്ട് കുറച്ചും കൂടി ചട്ടികളിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ അഗ്ലോണിമയുടെ ചെടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു ചേമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, പക്ഷേ അതിന് കിഴങ്ങില്ല എന്നേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ്. അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ടായാൽ മതി. നമുക്ക് അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ കട്ട് ചെയ്ത് കുത്തിയാൽ തന്നെ ധാരാളം നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു മലേഷ്യയിലുള്ള വന്നിട്ടുള്ളൊരു ചെടിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അഗ്ലോണിമയെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക്